ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങ 1 പുതുവർഷത്തിൻ്റെ പുതിയൊരു തുടക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കാലത്ത് തുടങ്ങി ഒരു വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മുക്കുറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പൊട്ടിച്ചതാണ്. ഇതുവരെ അത് വാടിയിട്ടില്ല. ഡെയിലി മഞ്ഞപ്പൂവുണ്ടാവും. അപ്പോൾ ഞാനത് അകത്ത് തന്നെ വെച്ചു. കാരണം കാലത്ത് എഴുന്നേറ്റ് വന്ന് ഈ മഞ്ഞപ്പൂവൊക്കെ കാണുമ്പോൾ ഒരു കണ്ണിനൊരു സുഖം, ഒരു കുളിർമ. അപ്പം അങ്ങനെ മീനെയൊക്കെ നോക്കി കാലത്ത് തന്നെ വരുമ്പോൾ കണി കാണുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗപ്പിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ അക്യൂരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. കാലത്ത് തന്നെ വൈകിയാണ് എഴുന്നേറ്റത്. സൺഡേ ആയതുകൊണ്ട് വൈകിയാണ് എഴുന്നേറ്റത്. പിന്നെ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കാടമുട്ടയും. അപ്പോൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടാകുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ മുട്ടയും പുഴുങ്ങാം, പുട്ടും ഉണ്ടാക്കാം. അങ്ങനെ വിചാരിച്ചു. പുട്ടിന് ഇവിടെ കറി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ തീരണ്ടേന്ന് വിചാരിച്ച് പുട്ടും പഴവും പിന്നെ കാടമുട്ടയൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ അടുപ്പത്ത് വെച്ചായിരുന്നു. ഇവിടെ അങ്ങനെ പാൽ ചായ, പാൽപ്പൊടി ചായയാണ് എല്ലാവർക്കും ഇഷ്ടം. പാൽ വെച്ചിട്ടുള്ള ചായ അങ്ങനെ വലിയ താല്പര്യമില്ല. അതിൻ്റെ രുചി എന്തോ അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇന്നലെ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നു. അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൈറോയിഡ് കുറവാണ്. അപ്പോൾ ഡെയിലി കാലത്ത് പല്ല് തേച്ച് വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നു. പാൽപ്പൊടി, ഞാൻ പറഞ്ഞല്ലോ പാൽ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പാൽപ്പൊടി ആയിരിക്കും. പാൽപ്പൊടി എനിക്കൊരു അണ്ടാവ് നിറയെ ചായ വേണമല്ലോ. അപ്പോൾ ഒരു 3 ഗ്ലാസ് എന്ന കണക്കിലാണ് അത്ര ഇട്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാനിങ്ങനെ ലാസ്റ്റ് വീഡിയോയിൽ ലൈക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനെന്തോ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ലൈക്ക് ചോദിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് തമാശക്ക് പറഞ്ഞതാണ്. പക്ഷെ എനിക്കും അങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയെങ്കിൽ സോറി കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ടോൺ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇന്നലെ വൈകിട്ട് രോഹിത്ത് വന്നപ്പോൾ ദേ ഈ സാധനം, ഇതെന്താണെന്ന് മനസ്സിലായ? മധുരക്കിഴങ്ങ്. കണ്ടു കഴിഞ്ഞപ്പോൾ വേറെന്തോ ഷേപ്പ്, താറാവിൻ്റെയൊക്കെ ഷേപ്പ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ മധുരക്കിഴങ്ങൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും വൈകിട്ടത്തേക്ക് നമുക്കതെടുക്കാം. അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കണ ചിരട്ടപ്പുട്ട്. ഒരു ഗ്ലാസ്സിലൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അത്രയും ഒരു പുട്ട് കിട്ടും അതിൽ നിന്ന്. പിന്നെ കാടമുട്ടയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാച്ചു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് വാതിലിൽ മുട്ടി. അപ്പം ഞാൻ പയ്യെ തുറന്നു. പിന്നെ അവനെടുത്ത് കുറച്ച് നേരം ഒന്ന് പുന്നാരിച്ച് അങ്ങനെ നിൽക്കും. ആ സമയത്ത് രോഹിത്ത് ഇപ്പം അതിലേ നടന്നു പോകും കേട്ടോ. രോഹിത്തിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ വീഡിയോയിലൊന്നും കാണിക്കരുതെന്ന്. അപ്പോൾ ആ സമയത്ത് കയറി വന്നതുകൊണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു. ദൈവമേ എന്തെങ്കിലും പറയോ? മൈൻഡ് ചെയ്തില്ല. ഞാനങ്ങനെ അത് അങ്ങനെ വിട്ടു. ഓ, ഇത്ര നേരം കിടന്നത് പോലെ. ഞങ്ങള് വട്ടയില് പോവും. പറ്റിച്ച് മിഠായൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള സ്നേഹപ്രകടനമാണ് അത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പട്ടികൾക്കുള്ള ചിക്കൻ എടുക്കാൻ പോയപ്പോഴേക്കും ഫ്രിഡ്ജ് ആകെ ഇങ്ങനെ തണുപ്പടിച്ച് നിൽക്കണം. അപ്പം ഞാൻ എൻ്റെ പേര് എഴുതി വെച്ചതാണ്. അങ്ങനെ ചിക്കനൊക്കെ എടുത്ത് വെച്ചു. അടുത്ത പണി മാന്തൽ ഉച്ചക്കത്തേക്ക്. ഇന്നങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഉണക്ക മാന്തലും സാമ്പാറും. സൺഡേ അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. ഉള്ളപ്പോൾ ഉള്ള പോലെ, ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ലഘുവായിട്ട്.
അപ്പോൾ ഉണക്കമാന്തൽ ഞാൻ വെള്ളത്തിൽ കുറേ നേരം ഇടും. ആദ്യമൊക്കെ ഇട്ട് വെക്കുമ്പോൾ ആ ഉപ്പ് അങ്ങോട്ട് ശരിക്കും പോവില്ല. അപ്പം അമ്മ പറഞ്ഞു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇട്ടാൽ മതി, അപ്പോൾ ഉപ്പ് ശരിക്കും വലിച്ചെടുക്കും. അങ്ങനെ ഞാനും വെള്ളത്തിലിടുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അങ്ങനെ കുറേ നേരം വെക്കും. അത് കഴിഞ്ഞ് അതൊക്കെ വെട്ടി ക്ലീനാക്കി വെള്ളത്തിലിട്ട് കഴിയുമ്പോഴേക്കും അറിയാമല്ലോ, പെട്ടെന്ന് ആ തൊലി അങ്ങോട്ട് പൊളിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഉണക്കമാന്തൽ രോഹിത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഉണക്കമാന്തൽ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ തൃശ്ശൂർ വന്നിട്ട് കഴിച്ച് എനിക്കെന്തോ അതിനോടൊരു പ്രണയം തോന്നി. അപ്പോൾ മീനുകൾക്ക് ഫുഡ്, അവരുടെ ഫുഡുണ്ട്. പിന്നെ രോഹിത് എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കും. ആർട്ടീമിയ എന്നാണ് പറയണത്. അത് ശരിക്കും ഒരു ടാബ്ലറ്റാണ്, ഒരു നീല കളറുള്ള ടാബ്ലറ്റ്. അത് പൊട്ടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഒഴിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വെള്ളത്തിൽ ചേർത്ത് പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും എന്തോ ഒരു ജീവിയാകും ഈ സംഭവം. ശരിക്കും എത്രത്തോളം നമുക്കങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. ശരിക്കും അതിൻ്റെ രൂപം എന്ന് പറയണത് ഇതേപോലെ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ മീനുകൾക്ക് എന്തോ ബിരിയാണി കിട്ടിയ പോലത്തെ ആക്രാന്തം കഴിക്കണ കാണുമ്പോൾ തന്നെ തോന്നും. അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പാച്ചുവിന് കഴിക്കാൻ കൊടുത്തു. പയ്യെ ഞാനും കഴിച്ചു. പുട്ട് ഉണക്കപ്പുട്ടല്ല കേട്ടോ, പഴവും ചായയും എല്ലാം കൂടി കൂട്ടി കഴിച്ച് കൊടുക്കും. അവനങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം കഴിക്കില്ല. അപ്പോൾ കുറച്ച് അവൻ ഒറ്റയ്ക്ക് കഴിക്കും, പിന്നെ ബാക്കി നമ്മൾ വാരി കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ നിന്നു. സാമ്പാർ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കഷ്ണങ്ങൾ എൻ്റെ കയ്യിലുള്ളത് തന്നെ ഞാൻ എടുത്തുള്ളൂ. പടവളങ്ങയ്ക്ക് വേണമെന്നില്ല, പിന്നെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തു. പടവളങ്ങ, മത്തങ്ങ, തക്കാളി, വെണ്ടക്ക, മുരിങ്ങാക്കോലൊന്നും ഇല്ല, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഇട്ട് ഒരു സാമ്പാർ. ഞാനിവിടെ തേങ്ങ വറുത്തരച്ച് വെക്കും. പക്ഷേ തേങ്ങ വറുത്തരച്ച് വെച്ചു, സാമ്പാർ പൊടി ഇട്ട് വെച്ചു, എങ്ങനെയൊക്കെ വെച്ചിട്ടും രോഹിത്തിന് ആ ടേസ്റ്റ് പിടിക്കണില്ല. പിന്നെ ഒരു ദിവസം ഞാൻ നേരെയില്ലാത്ത നേരത്ത് പൊടികൾ മാത്രം എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് കഴിച്ചു, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ തുടങ്ങി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ സാമ്പാർ. അപ്പം ഞാൻ കാലത്ത് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് കുടിക്കും. ഇന്ന് കാലത്തിടാൻ മറന്നുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത സമയത്ത് അങ്ങനെ ഒരു വലിയ ഗ്ലാസ്സിൽ എടുത്ത് ഇട്ടു. ഇത് കുടിക്കണോണ്ട് കുറേ ഗുണങ്ങളുണ്ട്. നമ്മുടെ വയറൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കും. കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. ഞാനതൊന്നും ഉദ്ദേശിച്ചല്ല. എനിക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ കുറേ നേരം ഉണ്ടാവണം. പിന്നെ അങ്ങനെ പെട്ടെന്ന് വിശക്കാനും പാടില്ല. ആ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പം ഞാനിത് കുടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വയറിന് നല്ല സുഖം തോന്നാറുണ്ട്. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ സാമ്പാറിൻ്റെ പൊടികളുടെ പണിയിലേക്ക് കിടന്നു. സാമ്പാർ പൊടി ഇടാറില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി എല്ലാം കൂടി എണ്ണയിൽ മൂത്ത് കഴിയുമ്പോഴേക്കും ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി ഇതാണ്. നമ്മളിങ്ങനെ കുറേയൊക്കെ നോക്കി ഉണ്ടാക്കാൻ നോക്കും, പക്ഷേ അവർ കഴിക്കണത് എന്താണോ ആ രീതിക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുള്ളൂ. വെറുതെ കഴിക്കാണ്ട് കളയണതിലും നല്ലതല്ലേ കഴിക്കണത്. അങ്ങനെ പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിച്ച് വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ആദ്യം തന്നെ വെണ്ടക്ക ഇടും. വെണ്ടക്ക കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറികളിടും, പിന്നെ പരിപ്പ് വേവിച്ചതിടും. തക്കാളി കുറച്ച് അധികം എടുത്തായിരുന്നു ഞാൻ, അതുകൊണ്ട് പുളിവെള്ളം കുറച്ചേ ഒഴിച്ചുള്ളൂ. പിന്നെ പരിപ്പ് വേവിച്ചതും നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ മുളകിൻ്റെ മസാലകൾ, ആ മസാലക്കൂട്ട് അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കും. പച്ചക്കറികൾ ഇങ്ങനെ പല കളറിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള എല്ലാ കളറും കൂടി. ശരിക്കും ഈ ചിക്കനും മീനും ഒക്കെ കാണുന്നതിലും ഒരു കളർഫുള്ളായിട്ടുണ്ട് പച്ചക്കറികൾ. അത്തക്കളം പോലെ ഉണ്ടല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മൂപ്പിച്ച മസാലക്കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കും. അപ്പം സാമ്പാർ അവിടെ കിടന്നാവട്ടെ. ആ സമയത്ത് നമുക്ക് അപ്പുറത്ത് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച ഉണക്കമാന്തലുണ്ടല്ലോ, അതൊന്ന് പൊരിച്ചെടുക്കാം. ഇന്ന് കാലത്ത് തുടങ്ങി സന്ധ്യ ആവണ വരെ നല്ല മഴയായിരുന്നു. ഒരു പൊട്ട ദിവസം എന്ന് പറയാം. മഴ ഇഷ്ടമാണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ നിർത്താതെ പെയ്ത് കഴിഞ്ഞാൽ ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയില്ല, അങ്ങനെ ഒരു ടെൻഷനുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ചീര ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം കുറേ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരൻ, ചീരക്കറി, ചീരക്കൂട്ടാൻ അങ്ങനെ പോകും. അപ്പോൾ ഇന്നലെ കുറേ പച്ചമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ ഞെട്ടൊന്നും കളയില്ല. ഞെട്ട് കളയാതെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മീതയിൽ
പച്ചമുളക്, പിന്നെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അടച്ചു വെക്കും. അപ്പോൾ കുറേ നാളത്തേക്ക് നിൽക്കും. ഞെട്ട് കളഞ്ഞ് വെക്കണമെന്ന് പറയും, പക്ഷെ ഞെട്ട് കളഞ്ഞിട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ കുറച്ചധികം ദിവസം നിൽക്കാറുണ്ട്. അങ്ങനെ സാമ്പാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിയില ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. കുറേ നാളായിട്ട് ചീത്തായിട്ടൊന്നുമില്ല കേട്ടോ. മല്ലിയില ഞാൻ ആദ്യമേ കഴുകി തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലിറക്കി ഫ്രീസറിൽ വെക്കും. 1 മാസം വരെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. എപ്പോഴും മല്ലിയില മേടിക്കാൻ പറ്റൂലല്ലോ, പിന്നെ പെട്ടെന്ന് കേടായും പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറേ നാളത്തേക്ക് നിൽക്കും. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടുകയും ചെയ്യാം. അപ്പോൾ സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പാച്ചുവിന് ചോറ് കൊടുക്കലാണ് ചടങ്ങ്. അവൻ്റെ കളിയിൽ ഇങ്ങനെ മൈൻഡ് മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം. ഈ ഒരു മുഷിഞ്ഞ ദിവസം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മഴ ദിവസം ആയതുകൊണ്ട് ആകെ ഒരു ഇരുണ്ട ക്ലാരിറ്റി. അപ്പം ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും കാലത്ത് കാണിച്ച മധുരക്കിഴങ്ങുണ്ടല്ലോ, അതൊന്ന് പുഴുങ്ങിയെടുക്കാം. കൂടെ നമുക്ക് നല്ലൊരു ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലൊരു ഉള്ളിച്ചമ്മന്തി, പിന്നെ സൈഡിലൊരു ചൂട് കട്ടൻ ചായ. ആയി ഈ മഴയും കൂടി ആകുമ്പോൾ നല്ല സുഖമായിരിക്കും. മധുരക്കിഴങ്ങ് അപ്പോൾ ഒറ്റ വിസിലിൽ വേവിച്ചാൽ മതി. പാവം മഴ ആയതുകൊണ്ട് ഇവർക്ക് അധികം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. കാലത്ത് തുടങ്ങിയ മഴയാണ് ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കണേ. ഒന്ന് മഴ തോരുമ്പോൾ അവരെ ഇറക്കും, എന്നാലും അവർക്കൊന്ന് ഓടിച്ചാടി നടക്കാൻ പറ്റണില്ല, അതിൻ്റെ ഒരു വിഷമം. പിന്നെ ഫുൾ ടൈം ഉറക്കം തന്നെ ആയിരുന്നു. അങ്ങനെ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. നല്ല മണമാണ്. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നൊസ്റ്റാൾജിക്ക് വരും. കണ്ടോ? അങ്ങനെ മധുരക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ചായ, കട്ടൻ ചായ ഇടാനായിട്ട് ഞാൻ ഈ ചായപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, റെഡ് ലേബലിൻ്റെ. ഇതിൽ ഫ്ലേവർ ഇഞ്ചി, തുളസി, ഏലക്ക, പിന്നെ വേറെ എന്തൊക്കെയോ ഒരു സംഭവം അതൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടൻ ചായ ആയിട്ട് കുടിക്കാൻ ഈ സംഭവം നല്ലതാണ് കേട്ടോ. ഒന്ന് മേടിച്ച് നോക്കിക്കോ. ഇങ്ങനെ നമ്മളൊരു ഇഞ്ചിയുടെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്. അങ്ങനെ മധുരക്കിഴങ്ങൊക്കെ ആയി. അപ്പം ഞാൻ തംബ്നെയിലായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പണ്ടൊക്കെ കാച്ചിലും മധുരക്കിഴങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പഴയ ഓർമ്മകളൊക്കെ വന്ന്. പണ്ടിങ്ങനെ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ കാച്ചിലൊക്കെ ഉണ്ടാകുമായിരുന്നു തൊടിയിൽ തന്നെ. അന്ന് കുറേ ഇഷ്ടംപോലെ പറമ്പും കാടും ഒക്കെ ഉണ്ട്, എല്ലാ സംഭവവും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഒരു ഫീലൊക്കെ വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തന്നത് പഴയ ഓർമ്മകളിലേക്ക് പോയി. അന്നൊക്കെ കുറേ കസിൻസ് ഉണ്ട്. അപ്പൻ്റെ വീട്ടിൽ, അപ്പൻ്റെ ഫാമിലിയിൽ 14 മക്കളാണ്. അതിലൊരാൾ കുഞ്ഞിലേ മരിച്ചു പോയി. അപ്പോൾ അവർക്ക് ചേട്ടനനിയന്മാരും ഒക്കെയാണ്, അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗ്യാങ് അടിച്ച് കളിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ കാച്ചിൽ വെറുതെ ഇങ്ങനെ പറിച്ച് പുഴുങ്ങി ഞങ്ങൾ തന്നെ ഉപ്പുമുളകൊക്കെ ഇങ്ങനെ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അതിൻ്റെ ഒരു ഓർമ്മ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.